നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുഖ്യ വൈസ്രോയിമാരാണ്. 1858 മുതലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വൈസ്രോയിമാർ വരുന്നത്. അതിന് മുന്നേ വരെ ഗവർണർമാരും ഗവർണർ ജനറൽമാരുമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലും കാനിങ് പ്രഭുവാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ് ഇന്ത്യയിൽ വൈസ്രോയിമാർ നിയമിതരായത്. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യ വൈസ്രോയിയായി നിയമിതനായത് കാനിങ് പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയായി നിയമിതനായത് കാനിങ് പ്രഭു. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ കാനിങ് പ്രഭു. കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കാനിങ് പ്രഭുവാണ്. കൊൽക്കത്ത, മുംബൈ, മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ സർവകലാശാല കൽക്കത്ത സർവകലാശാല 1857. ബംഗാളിലെ ഇൻഡിഗോ കലാപം നടന്ന സമയത്ത് വൈസ്രോയി കാനിങ് പ്രഭു. ബംഗാളിലെ ഇൻഡിഗോ കലാപം നടന്ന സമയത്ത് വൈസ്രോയി. ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയ ഭരണാധികാരിയാണ് കാനിങ് പ്രഭു. ഇന്ത്യയിൽ വെള്ളക്കാരുടെ സമരം നടന്ന വർഷം 1859. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത്. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ഇന്ത്യൻ പീനൽ കോഡ് പാസാക്കിയ ഗവർണർ ജനറൽ. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം നിലവിൽ വന്നത് 1861. 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി കാനിങ് പ്രഭു. ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കുമ്പോൾ വൈസ്രോയി കാനിങ് പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയത് കാനിങ് പ്രഭു. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഇൻകം ടാക്സ് ഏർപ്പെടുത്തിയത്, ഇന്ത്യൻ ഹൈക്കോർട്ട് നിയമം പാസാക്കിയത്, ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയത് കാനിങ് പ്രഭുവാണ്. അടുത്തത് എൽഗിൽ 1. വഹാലി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി എൽഗിൽ പ്രഭു. 1862 ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ വൈസ്രോയി എൽഗിൽ പ്രഭു. ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി നിലവിൽ വന്നപ്പോൾ വൈസ്രോയി. ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഹൈക്കോടതി സ്ഥാപിക്കപ്പെട്ടത് കൊൽക്കത്തയിൽ. അടുത്തത് മേയോ പ്രഭു. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ആരംഭം കുറിച്ചത് മേയോ പ്രഭു. ഇന്ത്യൻ ധനവികേന്ദ്രണത്തിൻ്റെ പിതാവ് മേയോ പ്രഭു. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഭുവാണ്. മേയോ കോളേജ് സ്ഥാപിച്ചത് അജ്മീർ. ഇന്ത്യയിൽ വെച്ച് കൊല്ലപ്പെട്ട ഏക വൈസ്രോയിയാണ് മേയോ പ്രഭു. മേയോ പ്രഭു വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? ആൻഡമാനിൽ വെച്ച്. മേയോ പ്രഭുവിനെ വധിച്ച തടവുകാരൻ ഷേർ അലി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭു. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പാക്കിയത് മേയോ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സെൻസസിന് നേതൃത്വം നൽകിയത്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പാസ്സാക്കിയത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നടപ്പിലാക്കിയ വർഷം 1872. നോർത്ത് ബ്രൂക്ക് 1872-76. 1875 വെയിൽസ് രാജകുമാരൻ്റെ ഇന്ത്യ സന്ദർശന സമയത്തെ വൈസ്രോയി നോർത്ത് ബ്രൂക്ക്. അഫ്ഗാൻ പ്രശ്നത്തിൽ സാലിസ്ബറി പ്രഭുവിൻ്റെ നടപടികൾ പ്രതിഷേധിച്ച് രാജിവെച്ച വൈസ്രോയിയാണ് നോർത്ത് ബ്രൂക്ക്. അടുത്തത് ലിട്ടൺ പ്രഭു. 1876-80. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്ന വൈസ്രോയി ലിട്ടൺ പ്രഭു. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. ഓവൻ മേരിടത്ത് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. ഇന്ത്യയിൽ ആയുധ നിയമം നടപ്പിലാക്കിയത്, ഇന്ത്യക്കാർക്ക് ആയുധം കൈവശം വയ്ക്കാൻ ലൈസൻസ് വേണമെന്ന നിയമം. ആരുടെ കാലത്താണ് ഡൽഹി ദർബാറിൽ വെച്ച് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത്? ലിട്ടൺ പ്രഭുവിൻ്റെ കാലത്താണ് വിക്ടോറിയ രാജ്ഞി കൈസർ ഇ ഹിന്ദ് എന്ന പദവി സ്വീകരിച്ചത്. ഇന്ത്യക്കാർക്ക് പ്രത്യേക സിവിൽ സർവീസ് പരീക്ഷ ആരംഭിച്ച വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി ലിട്ടൺ പ്രഭു. ഡൽഹിയിൽ രാജകീയ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയി.
പ്രാദേശിക പത്രഭാഷാ നിയമം കൊണ്ടുവന്ന വൈസ്രോയി. സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രായപരിധി 21 നിന്ന് 19 വയസ്സായി കുറച്ചത് ലിട്ടൻ പ്രഭു. അലിഗഡ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് തുറന്ന സമയത്തെ വൈസ്രോയി ലിട്ടൻ പ്രഭുവാണ്. വരൾച്ചയെക്കുറിച്ച് പഠിക്കുവാൻ റിച്ചാർഡ് സ്ട്രാച്ചയുടെ നേതൃത്വത്തിൽ ക്ഷാമ കമ്മീഷനെ നിയമിച്ചത് ലിട്ടൻ പ്രഭു. റിച്ചാർഡ് സ്ട്രാച്ചയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ക്ഷാമ കമ്മീഷൻ നിലവിൽ വന്നത് 1878. അടുത്തത് റിപ്പൺ പ്രഭു. ഇന്ത്യയുടെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു. 1881 ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയി. 1881 ഫാക്ടറി ആക്ട് പാസാക്കിയ വൈസ്രോയി. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയിയാണ് റിപ്പൺ പ്രഭു. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ജനകീയനായ വൈസ്രോയി. ഇന്ത്യയിലെ ആദ്യ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു 1881. 1882 ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ആക്ട് പാസാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. 1882 ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ആക്ട്. ഇൽബർട്ട് ബിൽ പാസാക്കിയത് റിപ്പൺ പ്രഭുവാണ്. ബ്രിട്ടീഷുകാരെ വിചാരണ ചെയ്യാൻ ഇന്ത്യൻ ജഡ്ജിമാരെ അനുവദിച്ചുകൊണ്ടുള്ള നിയമമാണ് ഇൽബർട്ട് ബിൽ. ഇൽബർട്ട് ബിൽ വിവാദത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി റിപ്പൺ പ്രഭു. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 19 നിന്ന് 21 പുനഃസ്ഥാപിച്ചത് റിപ്പൺ പ്രഭുവാണ്. വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾക്കായി ഹണ്ടർ കമ്മീഷനെ നിയോഗിച്ചത് റിപ്പൺ പ്രഭു. 1882 റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യയിലെ ഔദ്യോഗിക സെൻസസ് നടപ്പിലാക്കിയ വൈസ്രോയി റിപ്പൺ പ്രഭു. അടുത്തത് ഡെഫറിൻ പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി ഒരു പബ്ലിക് സർവീസ് കമ്മീഷന് രൂപം നൽകിയത് ഡെഫറിൻ പ്രഭുവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമയത്ത് വൈസ്രോയി ഡെഫറിൻ പ്രഭു. കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് വിളിച്ചത് ഡെഫറിൻ പ്രഭു. മൂന്നാം ആംഗ്ലോ ബർമീസ് യുദ്ധം നടന്ന സമയത്ത് വൈസ്രോയി ഡെഫറിൻ പ്രഭു. ഇന്ത്യക്കാർക്ക് പ്രത്യേകമായി നടപ്പിലാക്കിയിരുന്ന സിവിൽ സർവീസ് പരീക്ഷ നിർത്തലാക്കിയത് ലാൻസ്ഡൗൺ പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിനെ ഇമ്പീരിയൽ, പ്രൊവിഷണൽ, സബോർഡിനേറ്റ് എന്ന് 3ആയി തിരിച്ചത് ലാൻഡൗൺ പ്രഭു. 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയ വൈസ്രോയി ലാൻസ്ഡൗൺ പ്രഭുവാണ്. 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ട് പാസാക്കിയത്. ബ്രിട്ടീഷ് ഇന്ത്യയെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന ഡ്യൂറൻ കമ്മീഷനെ നിയമിച്ചത് ലാൻസ്ഡൗൺ പ്രഭു. ഡ്യൂറൻ കമ്മീഷൻ്റെ തലവൻ സർ മോർട്ടിമർ ഡ്യൂറൻറ്റ്. അടുത്തത് കഴ്സൺ പ്രഭുവാണ്. 1899 to 1905. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. 1905 ബംഗാൾ വിഭജനം അത് നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നടപടിക്ക് ഉത്തമ ഉദാഹരണം ബംഗാൾ വിഭജനം. ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തിനെ എന്തായാണ് ആലപിച്ചത്? വിലാപദിനമായാണ് ബംഗാൾ ജനത ബംഗാൾ വിഭജനത്തിനെ ആലപിച്ചത്. 1905 ഒക്ടോബർ 16. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. സർവകലാശാല പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ച വൈസ്രോയി. ഇംഗ്ലണ്ടിൽ വിക്ടോറിയ രാജ്ഞി അന്തരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി കഴ്സൺ പ്രഭു. ഡൽഹിയിലെ പോസയിൽ കൃഷി ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് കഴ്സൺ പ്രഭു. ദി ലൈഫ് ഓഫ് ലോർഡ് കഴ്സൺ എന്ന പുസ്തകം എഴുതിയത് റൊണാൾഡ് ഷേ. കഴ്സൺ പ്രഭുവിനെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി നിയമിച്ചത് സർ ജോൺ മാർഷൽ. ഇന്ത്യൻ കോയിനേജ് ആൻഡ് പേപ്പർ കറൻസി ആക്ട് പാസാക്കിയ ഇന്ത്യൻ വൈസ്രോയി കഴ്സൺ പ്രഭു. എൻ്റെ പൂർവികന്മാരിൽ ഇന്ത്യ കീഴടക്കിയത് തോക്കും വാളും കൊണ്ടാണ്. ഇവ കൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും. ഇത് ആരുടെ വാക്കുകളാണ്? കഴ്സൺ പ്രഭുവിൻ്റെ വാക്കുകളാണ്. പോലീസ് സംവിധാനത്തെപ്പറ്റി പഠിക്കാൻ ആൻഡ്രൂ ഫ്രേസറുടെ നേതൃത്വത്തിൽ പോലീസ് കമ്മീഷനെ നിയമിച്ചത് കഴ്സൺ പ്രഭു. ലോർഡ് കിച്ച് നറുമായുള്ള
അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയി കഴ്സൺ പ്രഭു. ലോർഡ് കിച്ച്നറുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രാജിവെച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. ലോർഡ് മിൻറ്റോ ടു 1905 ടു 1910. 1906 ധാക്കയിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ വൈസ്രോയി മിൻറ്റോ പ്രഭുവാണ്. മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ അന്നത്തെ വൈസ്രോയാണ് മിൻറ്റോ പ്രഭു. 1907 സൂററ്റ് സമ്മേളനത്തെ തുടർന്ന് കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞപ്പോൾ വൈസ്രോയി മിൻറ്റോ പ്രഭു. 1907 സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞത്. അന്നത്തെ വൈസ്രോയാണ് മിൻറ്റോ പ്രഭു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 പാസാക്കിയ വൈസ്രോയി മിൻറ്റോ പ്രഭു. ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 അറിയപ്പെടുന്നത് മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരം മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. ഇന്ത്യൻ സമൂഹത്തിൽ ഹിന്ദു മുസ്ലിം ചേരിതിരിവിന് കാരണം മിൻറ്റോ മോർലി ഭരണപരിഷ്കാരം. മിൻറ്റോ പ്രഭു വൈസ്രോയി ആയിരിക്കെ ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ SP സിൻഹ. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻറ്റോ പ്രഭു. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ വൈസ്രോയി മിൻറ്റോ പ്രഭു. ഹാർഡിഞ്ച് പ്രഭു 1910 ടു 16. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് ടു. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി. ജോർജ് അഞ്ചാമൻ രാജാവിന് വേണ്ടി 1911 ഡൽഹിയിൽ വെച്ച് കൊറോണേഷൻ ദർബാർ സംഘടിപ്പിച്ച വൈസ്രോയിയാണ് ഹാർഡിഞ്ച് പ്രഭു. 1912 ഡൽഹിയിൽ വെച്ച് ബോംബ് എറിയപ്പെട്ടത് ഹാർഡിഞ്ചിന് നേരെ. വൈസ്രോയി ഹാർഡിഞ്ച് ടുവിനെ വധിക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരൻ റാഷ് ബിഹാരി ബോസ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് ഹാർഡിഞ്ച് ടു. 1911 ക്യൂൻ മേരിയും കിങ് ജോർജ് ഫൈവും ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ഹാർഡിഞ്ച്. ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയും വേർപെടുത്തിയ ഭരണാധികാരി ഹാർഡിഞ്ച് ടു ആണ്. ബംഗാളിൽ നിന്നും ബീഹാറിനെയും ഒറീസയും വേർപെടുത്തി. 1915 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി. 1915 ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വൈസ്രോയി ഹാർഡിഞ്ച് ടു. ചേംസ്ഫോർഡ് പ്രഭു. 1916 തിലകും ആനി ബസന്റും ചേർന്ന് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ വൈസ്രോയി ചേംസ്ഫോർഡ് പ്രഭു. കോൺഗ്രസ് മുസ്ലിം ലീഗും തമ്മിലുള്ള 1916 ലക്നൗ സന്ധി ഒപ്പുവെക്കുമ്പോൾ വൈസ്രോയി ചേംസ്ഫോർഡ് പ്രഭു. അപ്പോൾ 1916 ലക്നൗ സന്ധി ഒപ്പുവെക്കുമ്പോൾ അന്നത്തെ വൈസ്രോയി ചേംസ്ഫോർഡ് പ്രഭു. 1916 ഇന്ത്യയിൽ ആദ്യ വനിതാ സർവകലാശാല പൂനെയിൽ സ്ഥാപിക്കുമ്പോൾ വൈസ്രോയി ചേംസ്ഫോർഡ് പ്രഭു. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയി ചേംസ്ഫോർഡ് പ്രഭു. സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ചേംസ്ഫോർഡ്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് 3 ഇന്ത്യക്കാരെ കൂടി നാമനിർദ്ദേശം ചെയ്യാൻ അനുവദിച്ച ആക്ട് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ചേംസ്ഫോർഡ്. കരി നിയമം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റൗലറ്റ് ആക്ട് 1919 പാസാക്കിയ വൈസ്രോയി ചേംസ്ഫോർഡാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളിൽ ദ്വിഭരണ സമ്പ്രദായം നടപ്പിലാക്കിയത് മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. പ്രവിശ്യകളിൽ വിഷയങ്ങളെ റിസർവ്ഡ്, ട്രാൻസ്ഫേർഡ് എന്നിങ്ങനെ വേർതിരിച്ചു പരിഷ്കാരം മോണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കാരം. അടുത്തത് റീഡിംഗ് പ്രഭു. ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹരണ പ്രസ്ഥാനവും അതിൻ്റെ തീവ്രതയിലെത്തിയ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി റീഡിംഗ് പ്രഭു. ഇന്ത്യയിൽ വൈസ്രോയിയായി നിയമിതനായ ഏക ജൂതമത വിശ്വാസി. ഇന്ത്യയിൽ വൈസ്രോയിയായി നിയമിതനായ ഏക ജൂതമത വിശ്വാസിയാണ് റീഡിൽ പ്രഭു. റൗലറ്റ് ആക്ട് പിൻവലിച്ച വൈസ്രോയി. 1924 റെയിൽവേ ബജറ്റ് പൊതുബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയി. 1924 മുതൽ റെയിൽവേ ബജറ്റ് പൊതുബജറ്റിൽ നിന്നും വേർതിരിച്ച വൈസ്രോയിയാണ് റീഡിംഗ് പ്രഭു. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭു. ചൗരി ചൗര സംഭവം നടന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി. ചൗരി ചൗര സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്, ഗോരഖ്പൂർ ജില്ല. വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനം നടത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി റീഡിംഗ് പ്രഭു. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭു. അടുത്തത് ഇർവിൻ പ്രഭു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഇർവിൻ പ്രഭു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു.
ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹപ്രായം ഏകദേശം 18ഉം 14ഉം എന്ന് നിജപ്പെടുത്തിയ ശാരദാ നിയമം പാസാക്കിയത് 1929. ഗാന്ധി ഇർവിൻ പാക്ട് ഒപ്പുവെച്ച വർഷം 1931. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ഇർവിൻ പ്രഭു 1931 ഫെബ്രുവരി 10. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു. INC പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യൻ വൈസ്രോയി. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സമയത്ത് ഇന്ത്യൻ വൈസ്രോയിയാണ് ഇർവിൻ പ്രഭു 1931. ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെടുന്നത് ഇർവിൻ പ്രഭു. 1932 രാംസെ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1932 ഗാന്ധിജിയും അക്ബറും തമ്മിൽ പൂന കരാർ ഒപ്പുവെച്ച സമയത്ത് വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1932 ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ പൂന കരാർ ഒപ്പുവെച്ച സമയത്ത് വൈസ്രോയി. ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനും ചേർന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച സമയത്ത് വൈസ്രോയിയാണ് വെല്ലിംഗ്ടൺ പ്രഭു. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. അന്നത്തെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത്. 1935 ഇന്ത്യ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1937. ലിൻ ലിത്ഗോ പ്രഭു. 1940 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരണത്തിനായി ലാഹോർ പ്രമേയം പാസാക്കിയ സമയത്തെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു. 1940 മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരണത്തിനായി ലാഹോർ പ്രമേയം പാസാക്കിയ സമയത്തെ വൈസ്രോയി. 1940 ആഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭുവാണ്. 1940 ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ച വൈസ്രോയി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യ ബ്രിട്ടനൊപ്പം നിന്ന് ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭു ആയിരുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നപ്പോൾ അന്നത്തെ വൈസ്രോയി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭുവാണ്. ക്രിപ്സ് മിഷനിൽ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിത്ഗോ പ്രഭുവാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു. ചെങ്കോട്ടയിൽ INA പട്ടാളക്കാരുടെ വിചാരണയ്ക്ക് നേതൃത്വം നൽകിയത് വേവൽ പ്രഭു. 1945 സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭു. 1946 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നപ്പോഴത്തെ വൈസ്രോയി വേവൽ പ്രഭു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് നിലവിൽ വന്നത് 1946 സെപ്റ്റംബർ 2. 1946 നാവിക കലാപത്തിന് സാക്ഷിയാകേണ്ടി വന്ന വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വൈസ്രോയി ആയിരുന്നത് വേവൽ പ്രഭു. ക്ലെമൻ്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. അപ്പോൾ ക്ലെമൻ്റ് ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു. അടുത്തത് മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയ സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം തയ്യാറാക്കിയ വൈസ്രോയി മൗണ്ട് ബാറ്റൺ. ഇന്ത്യൻ വിഭജന സമയത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ. 1979 അയർലൻഡിൽ വെച്ച് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതി നിയമവിധേയമാക്കിയ ആക്ട് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. മൗണ്ട് ബാറ്റൺ പദ്ധതി നിയമവിധേയമാക്കിയ ആക്ടാണ് 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യയെ രണ്ടായി വിഭജിക്കാൻ തീരുമാനിച്ച പദ്ധതിയാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി. ബാർക്കൺ പദ്ധതി എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതി. ജൂൺ 3 പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി. ഡിക്കി ബേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതി. ബാർക്കൺ പദ്ധതി, ജൂൺ 3 പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ. ഇന്ത്യ പാക് അതിർത്തി നിർണയത്തിന് വേണ്ടി
റാഡ്ക്ലിഫിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയമിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. ഇന്ത്യ പാക് അതിർത്തി നിർണയത്തിനു വേണ്ടി റാഡ്ക്ലിഫിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയമിച്ചത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്.